നിര, വരി, തുഴയുക, തർക്കിക്കുക, ഇതിനെല്ലാം കൂടെ ഒറ്റ വാക്യമുള്ള ഇംഗ്ലീഷുകാർക്ക് റോ. പക്ഷെ അത് പ്രൊനൗൺസിയേഷനിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പം നമുക്കൊന്ന് നോക്കാം. സന്ദർഭവും ഉച്ചാരണവും അനുസരിച്ച് പല വിധത്തിലുള്ള അർത്ഥങ്ങൾ വരുന്ന ഒരു ഓന്താണ് റോ. ആദ്യത്തെ റോ, ഇറ്റ് റൈംസ് വിത്ത് റോഡ്, റോ, എ ലൈൻ ഓഫ് തിങ്സ് ഓർ പീപ്പിൾ. എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് വെച്ചേക്കുക, അല്ലെങ്കിൽ മനുഷ്യർ ലൈനായിട്ട് നിൽക്കുക. റോ. വി സാറ്റ് ഇൻ ദ ഫ്രണ്ട് റോ ഓഫ് ദ ക്ലാസ് റൂം. ഞങ്ങൾ ക്ലാസ് റൂമിൻ്റെ മുൻപത്തെ വരിയിലാണ് ഇരുന്നത്, മുൻവശത്തെ വരിയിലാണ് ഇരുന്നത്. ദർ ഇസ് എ റോ ഓഫ് ട്രീസ് നിയർ ദ റോഡ്. റോഡിൻ്റെ അടുത്ത് ഒരു നിര തന്നെയുണ്ട്, മരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. വഴക്ക് എന്ന അർത്ഥത്തിലുള്ള റോ, പക്ഷെ അത് റോ അല്ല, റൗ എന്ന് പറയണം. വഴക്ക്, വാദം എന്നൊക്കെ തുടങ്ങിയ അർത്ഥം വരുന്ന ഈ വേർഡ് അത് റൈം ചെയ്യുന്നത് കൗ എന്ന് പറയുന്ന വേർഡുമായിട്ടാണ്. അപ്പം അവിടെ അത് റൗ എന്ന് പറയണം. They had a row yesterday. അവർ ഇന്നലെ ഒരു വഴക്കുണ്ടാക്കി. There was a row between the two neighbors. രണ്ട് അയൽക്കാർ തമ്മിൽ ഒരു വഴക്കുണ്ടായി. ഈ രണ്ട് അർത്ഥത്തിലും ഈ വേർഡ്, അത് റോവും റൗവും, അത് നൗണാണ് കേട്ടോ. വഴക്ക് എന്നുള്ള ഒരു ആക്ഷൻ്റെ പേര്, ആദ്യത്തെ നിര എന്ന ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പേര്. അപ്പം അത് രണ്ടും നൗണാണ്. ഇനി മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് വേർബാണ്. അതായത് തുഴയുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇറ്റ് റൈംസ് വിത്ത് റോബ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ടു മൂവ് എ ബോട്ട് വിത്ത് ഓസ്. ഈ തുഴയുന്ന സാധനമാണ് ഓസ് എന്ന് പറയുന്നത്. അപ്പം തുഴ ഉപയോഗിച്ച് ബോട്ട് മുന്നോട്ട് നീക്കുക, അതാണ് റോയിങ് ദ ബോട്ട്. അത് ഇങ്ങനെ പറയും, റോയിങ് ദ ബോട്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് റോ. ടു മേക്ക് എ ബോട്ട് മൂവ് വിത്ത് പാഡിൽസ് ഓർ ഓസ്. പാഡിൽസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓസ് ഉപയോഗിച്ചോ ഒരു ബോട്ട് മുന്നോട്ട് നീക്കുന്നതിനാണ് റോ എന്ന് പറയുന്നത്. ദേ റോഡ് അക്രോസ് ദ റിവർ. അവർ നദിക്ക് കുറുകെ തുഴഞ്ഞുപോയി. ദേ റോഡ് അക്രോസ് ദി റിവർ. അവന് ബോട്ട് നന്നായി തുഴയാൻ പറ്റും. ഹി ക്യാൻ റോ എ ബോട്ട് വെരി വെൽ. ലഞ്ച് ടൈമിന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പാസേജാണ് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ലഞ്ച് ടൈമിൽ നിങ്ങളിത് പറഞ്ഞു പഠിക്കണം, ജസ്റ്റ് ഒരു 20 മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്, ഷോപ്പിംഗ് അറ്റ് എ മാർക്കറ്റ്. Yesterday, I visited the local market to buy vegetables and fruits. The market was crowded with people. I compared prices at different shops before making my purchases. The shopkeepers were friendly and helpful. After buying everything I needed, I came back home. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് മലയാളം ട്രാൻസ്ലേഷൻ ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. So please do like, share and subscribe to my channel. Bye bye.